നമസ്കാരം. കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു ഇമെയിൽ ഞാൻ പ്രേക്ഷകരെ വായിച്ച് കേൾപ്പിക്കാം. മിസ്റ്റർ ഷാജൻസ്കറി, എൻ്റെ പേര് സാബു PI. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള പുറപ്പുഴയിൽ നിന്നാണ് ഞാൻ. നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സാധാരണയായി 2 മണിക്കൂർ മുമ്പ് നടന്ന വാർത്തകൾ പോലും വളരെ കൃത്യമായി എക്സ്പ്ലനേഷൻ സഹിതം മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ പുറത്തുവിടാറുണ്ട്. എന്നാൽ ADGP അജിത് കുമാറിനെതിരെ കേസ് ഇന്ന് DGP മടക്കിയതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒന്നും പറയാത്തത്? ഇതിനർത്ഥം നിങ്ങൾ കോൺഗ്രസിൽ നിന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ പണം വാങ്ങിയെന്നാണോ? നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായതുകൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കേണ്ടെന്നും അത് പ്രശ്നമാകുമെന്നും VD സതീശൻ നിങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ മെസ്സേജ് അയച്ച സാബുവിനോട് എനിക്കൊരു പിണക്കവുമില്ല. സാബുവിന് MR അജിത് കുമാർ എന്ന ഓഫീസറോട് ഇത്രമാത്രം വിരോധം തോന്നിയതിലും എനിക്ക് അതിശയമില്ല. അതുകൊണ്ട് തന്നെ ഞാനങ്ങ് ക്ഷമിക്കുന്നു. ദയവായി സാബു മനസ്സിലാക്കുക, ഞാൻ ആരോടും പണം മേടിക്കാറില്ല. മാത്രമല്ല, MR അജിത് കുമാറിനെതിരെ അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരം വാർത്ത കൊടുക്കുന്ന ആളാണ് ഞാനാണ്. ഒരുപക്ഷെ മറുനാടൻ കൊടുത്തത്രയും വാർത്ത MR അജിത് കുമാറിനെതിരെ മറ്റാരും കൊടുത്തിട്ടുമുണ്ടാവില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിലാണ്. 100,000 പരിപാടികൾക്കിടയിൽ നടക്കുന്നതിനിടയിലാണ് വീഡിയോ ചെയ്യുന്നത്. വേണ്ടതുപോലെ അന്വേഷണം നടത്തി എല്ലാ വിഷയത്തിലും വീഡിയോ ചെയ്യാൻ സാധിക്കുന്നില്ല. 5-6 വീഡിയോ ചെയ്തിട്ട് ഞാൻ പലപ്പോഴും 2-3 വീഡിയോയിൽ ഒതുക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. മാത്രമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സാബുവിൻ്റെ പരാതി തീർക്കുന്ന ഒരു വീഡിയോ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാം. യഥാർത്ഥത്തിൽ MR അജിത് കുമാറിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് കണ്ടെത്തേണ്ടത് തന്നെയുണ്ട്. അത് സതീശനാണോ, അതോ രമേശ് ചെന്നിത്തലയാണോ, അതോ DGP തന്നെയാണോ? DGPയുടെ കയ്യിലിരിക്കുന്ന ഫയലിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. വാർത്തയൊക്കെ വന്നപ്പോഴേക്കും DGP MR അജിത് കുമാറിൻ്റെ വിശദീകരണം ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഒരു മെല്ലെപ്പോക്കുണ്ട്. ഈ മാസം 31-ാം തീയതി നിതിൻ അഗർവാൾ എന്ന DGP റിട്ടയർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു DGP തസ്തിക ഒഴിവ് വരും. മനോജ് എബ്രാഹമാണ് കഴിഞ്ഞ ഒഴിവിൽ DGP ആയിരിക്കുന്നത്. ഇനി ഒരു DGP തസ്തിക ഒഴിവ് വരുമ്പോൾ ആ തസ്തികയിലേക്ക് വരേണ്ടത് സീനിയർ എന്ന നിലയിൽ MR അജിത് കുമാറാണ്. അത് കിട്ടുക എന്ന ലക്ഷ്യത്തിൽ ബോധപൂർവം വൈകിപ്പിക്കുന്നതാണ് ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ 23-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരേണ്ടത്, പ്രൊമോഷൻ തീരുമാനിക്കേണ്ടത്. അങ്ങനെ ആ തീരുമാനമുണ്ടാക്കി അജിത് കുമാറിന് DGP ആക്കിയതിന് ശേഷം മതി നടപടി എന്ന് പരിഗണിക്കുന്നത് കൊണ്ടാവാം. കാരണം എന്തെങ്കിലും അച്ചടക്ക നടപടി ഉണ്ടായാൽ DGP പ്രൊമോഷൻ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. അതോട് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ ഗൂഢാലോചന നടക്കുന്നു. അതിലേക്ക് രാഷ്ട്രീയ തലത്തിൽ അലംഭാവം തുടരുന്നു. അതാണ് വാസ്തവം. ഈ MR അജിത് കുമാരെ രക്ഷിച്ചെടുക്കാൻ ആരുടെയൊക്കെ ഗൂഢാലോചനയുണ്ട്. അതിനെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂട്ടുനിൽക്കുന്നു എന്ന് സംശയിക്കാതിരിക്കാൻ നിവർത്തിയില്ല. എന്നാൽ അത്ര എളുപ്പത്തിൽ MR അജിത് കുമാറിന് സുഖമായി റിട്ടയർ ചെയ്തുവാൻ സാധ്യമല്ല. കാരണം MR അജിത് കുമാർ ചെയ്തത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. MR അജിത് കുമാർ ജോലിയിൽ നിന്ന് പോലും പിരിച്ചുവിടാവുന്ന വിധത്തിൽ അന്വേഷണം അട്ടിമറിച്ചതിന് തെളിവുകളുണ്ട്. രക്ഷാപ്രവർത്തന കേസ് മാത്രമല്ല, വിജിലൻസ് കേസിൽ പ്രതിയല്ലാത്ത സ്വപ്ന സുരേഷ് സുഹൃത്തിനെ പിടിച്ചുകൊണ്ടുപോയി. ആര് കൊണ്ടുപോയി എന്ന് ആർക്കും അറിയില്ല. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഗൂഢാലോചന, എന്തിനേറെ മറുനാടനെതിരെ നടത്തിയ ഗൂഢാലോചനയ്ക്ക് പോലും MR അജിത് കുമാറിന് നടപടിയെടുക്കാവുന്നതാണ്. ഇത്രയധികം നിയമത്തെ അട്ടിമറിച്ച പരിഹസിച്ചൊരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സർവീസിൽ തുടരുന്നു, അയാൾക്ക് പ്രൊമോഷൻ കിട്ടുന്നു എന്നത് തീർച്ചയായും UDF സർക്കാരിന് ദോഷം ചെയ്യും. UDF സർക്കാരിൻ്റെ മുഖത്തിന് തിളക്കം കെടുത്ത ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ട് MR അജിത് കുമാറിന് എക്സംഷൻ കൊടുക്കേണ്ടതില്ല? ഇയാൾ എന്തുകൊണ്ട് ക്രിമിനൽ പ്രവൃത്തി ചെയ്തു എന്ന് വിശദീകരിക്കുന്നൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നന്ദനൻ പിള്ള എന്ന റിട്ടയർഡ് DYSP ആണ് വിശദമായി തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നന്ദനൻ പിള്ള പറയുന്നു, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് ഇപ്പോൾ MR അജിത് കുമാറിന് പ്രൊമോഷൻ കൊടുക്കാതെ സസ്പെൻഡ് ചെയ്യാം, ഒരു തരത്തിലുള്ള സംരക്ഷണം കൊടുക്കേണ്ടതില്ല എന്ന്. എന്താണ് MR അജിത് കുമാർ ചെയ്ത കുറ്റകൃത്യം എന്ന് വ്യക്തമാക്കുന്ന ഈ വീഡിയോ കാണുക. ഇപ്പോൾ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ BNS പ്രകാരം 16 കുറ്റകൃത്യങ്ങളിൽ സാങ്ഷൻ വേണ്ട. ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് ചെയ്തതായാൽ പോലും 16 കുറ്റകൃത്യങ്ങൾക്ക് എക്സംഷനുണ്ട്. അതിൽ 13 എക്സംഷനും വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ BNSലെ 64 മുതൽ 79 വരെ 64 മുതൽ 79 വരെയുള്ള BNS സെക്ഷനിൽ 3 സെക്ഷനുകൾ മാത്രമേ ഒഴിവായിട്ടുള്ളൂ. 67, 72, 73. ഈ 3 സെക്ഷൻ ഒഴികെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും, അതായത് ഈ 13 കുറ്റകൃത്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് 64 മുതൽ 79 വരുന്നുണ്ട്. ഇതെല്ലാം വളരെ സീരിയസ് സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ്. അതായത് നമ്മളെ റേപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മർഡർ, മോഡസ്റ്റി തുടങ്ങിയ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ രക്ഷയ്ക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിയമ പരിരക്ഷയ്ക്കുമൊക്കെ ആവശ്യമായിട്ടാണ് ഈ 13 സെക്ഷനുകളിലും
കുറ്റകൃത്യം ഏത് സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്താലും യാതൊരു അനുമതിയും പ്രോസിക്യൂഷൻ അനുമതിയും ഇല്ലാതെ തന്നെ അതിൽ ചാർജ് കൊടുക്കുന്നതിന് അനുമതിയുണ്ട്. അത് നമ്മൾ ഒരു അതോറിറ്റിയുടെ അനുമതി വാങ്ങിക്കേണ്ട. സാധാരണ ഒരു പൗരനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിക്കുന്ന പോലെ തന്നെ 64 മുതൽ 79 വരെയുള്ള 67, 72, 73 സെക്ഷൻ ഒഴികെയുള്ള 13 സെക്ഷനുകളിൽ നമുക്ക് നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ്. കുറ്റപത്രം കൊടുക്കുന്നതിന് ആരുടെ അനുമതി വേണ്ട. പിന്നെ 14 വരുന്നത് 143 അത് ഈ ട്രാഫിക്കിംഗ് ആണ്. ഇപ്പോൾ ചൂഷണത്തിന് വേണ്ടിയും അധികാര ദുർവിനിയോഗം നടത്തിയുമൊക്കെ ആളുകളെ കടത്തിക്കൊണ്ടുവന്ന് മറ്റ് ജോലികൾക്കും മറ്റും ഏർപ്പെടുത്തുന്ന ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന 143 ആണ് BNSൽ. അപ്പോൾ അതിനും പ്രത്യേകിച്ച് സാങ്ഷൻ്റെ ആവശ്യമില്ല, പ്രോസിക്യൂഷൻ സാങ്ഷൻ വേണ്ട. പിന്നീട് വരുന്ന സെക്ഷൻ 199 200 199 എന്ന് പറയുന്നത് ഡിസൊബീഡിയൻസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ലാ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡിസൊബീഡിയൻസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ലാ പ്രകാരമുള്ള ഒരു കേസ് ഇപ്പോൾ MR രാജ്കുമാർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേസിൽ ഇത് വരുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ആരുടെ അനുമതിയുടെ ആവശ്യമില്ല. ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസിക്ക് നിയമപരമായിട്ടുള്ള നടപടി ആരുടെയും അനുമതി ഇല്ലാതെ, പ്രോസിക്യൂഷൻ സാങ്ഷൻ ഇല്ലാതെ തന്നെ സ്വീകരിക്കാവുന്നതാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഡയറക്ഷൻ ഓഫ് ലായുടെ പരിധിയിൽ പോലീസിനൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദി പോലീസ് സ്റ്റേഷനായിട്ട് വരുന്ന ആളുകൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്തെന്നാൽ നമ്മളെ ലളിതകുമാരി കേസിലും സിറാജുദ്ദീൻ്റെ കേസിലും ഒക്കെ പറഞ്ഞതുപോലെ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുമ്പാകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ FIR രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ സാങ്ഷൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കേസെടുക്കേണ്ടതായ കേസുകളിൽ കേസെടുക്കാത്ത ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദി പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ SHO എന്ന് പറയുന്ന ആൾക്കെതിരെ നിയമ നടപടി ഒരു സാധാരണ പൗരന് യാതൊരു അനുമതിയും ഇല്ലാതെ, പ്രോസിക്യൂഷൻ സാങ്ഷനും ഇല്ലാതെ തന്നെ സ്വീകരിക്കാവുന്നതാണ്. അതാണ് 15. 16ാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു വിക്ടിമിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഒരു മെഡിക്കൽ ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെ ഹാജരാക്കുകയാണ്. അദ്ദേഹം ആ മെഡിക്കൽ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യം പറഞ്ഞ് നിഷേധിക്കുകയാണെങ്കിൽ അതിനും ആ മെഡിക്കൽ ഓഫീസർക്കെതിരെ കേസെടുക്കുന്നതിന് യാതൊരുവിധമായ സാങ്ഷൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഈ 16 കുറ്റകൃത്യങ്ങളാണ് നമ്മുടെ നിലവിലുള്ള നിയമപ്രകാരം പ്രോസിക്യൂഷൻ സാങ്ഷൻ ഇല്ലാതെ നേരിട്ട് നിയമ നടപടി സാധാരണ പൗരനെ പോലെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയും നടപടി സ്വീകരിക്കാവുന്ന കേസുകൾ. BNSൽ സെക്ഷൻ 30 എന്ന് പറയുന്ന BNSSൽ എന്ന് പറയുന്ന സെക്ഷനുണ്ട്. CRPCയിൽ അത് 36 ആയിരുന്നു. ഈ 36 CRPC അല്ലെങ്കിൽ BNSSലെ ഈ 30 എന്ന് പറയുന്നത് ഈ മേലുദ്യോഗസ്ഥന് പോലീസ് സ്റ്റേഷൻ്റെ ചാർജ് വന്ന് അസ്യൂം ചെയ്യാവുന്ന അധികാരമാണ്. ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർക്കോ DYSPക്കോ SPക്കോ DIGക്കോ IGക്കോ ADGPക്കോ DGPക്കോ ഒക്കെ 36 CRPC പ്രകാരം അല്ലെങ്കിൽ 30 BNSS പ്രകാരം പോലീസ് സ്റ്റേഷനിലെത്തിയ പോലീസ് സ്റ്റേഷൻ്റെ പൂർണ്ണ ചുമതല ഏറ്റെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ആലപ്പുഴ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ നിയമപരമായിട്ട് നമുക്ക് MR രാജ്കുമാറിന് പോലീസ് സ്റ്റേഷനിൽ പോകാം. ഈ പറയുന്ന പർട്ടിക്കുലർ കേസിൻ്റെ അന്വേഷണം അദ്ദേഹത്തിന് നേരിട്ട് ഏറ്റെടുക്കാം. ഇപ്പോൾ കേരള പോലീസിലെ ഈ നട്ടലില്ലാത്ത ഒരു IPSകാരന് ഈ പണി ചെയ്യത്തില്ല. മിക്കതിൻ്റെയും ഗതി അന്വേഷണം അറിയാത്ത ആളുകളാണ്. ഇനി നമ്മളിവിടെ നടക്കുന്ന മറ്റൊരു തട്ടിപ്പാണ് ഈ അന്വേഷണ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു സർക്കിൾ ഇൻസ്പെക്ടറോ DYSPയോ പെടലിക്ക് മൊത്ത പണി ഏൽപ്പിച്ചിട്ട് ഈ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരുത്തനും ഒരു പണിയും ബാക്കി മേലുള്ള ഒരുത്തനും ഒന്നും ചെയ്യത്തില്ല. ഏക പണി ചെയ്യുന്നത് അട്ടിമറിയാണ്. അട്ടിമറി ചെയ്യും, കൃത്യമായിട്ട് അട്ടിമറിക്കും. രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി അട്ടിമറിക്കും, അക്കാര്യം തർക്കമില്ല. IPSകാർ അവർക്ക് വേണ്ടിയും കേസുകൾ അട്ടിമറിക്കും. സർവീസിലുള്ള ഒരു IPSകാരനും ഒരു SPക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥനെ അവർ കോണ്ടാക്ട് ചെയ്യാറില്ല. റിട്ടയർ ചെയ്ത IPSകാർ മാത്രമേ ഈ SPക്ക് താഴെ ഒരു ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ശുപാർശ ചെയ്യാറുള്ളൂ.
മറ്റേത് അവർ റാങ്കും നമ്പരും അവർക്ക് നമ്പർ അലോട്ട് ചെയ്യും, നമ്പർ നോക്കിയാണ് ഫോൺ വിളിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചിട്ട് IPS ഒരു നമ്പർ സീനിയർ ആണെങ്കിലും താഴോട്ട് വിളിച്ചിട്ട് കണക്ട് ചെയ്യാനേ പറയത്തുള്ളൂ, തിരിച്ചല്ലേ വിളിക്കാനേ പറയത്തുള്ളൂ. ഒരിക്കലും അവർ അങ്ങോട്ട് വിളിക്കത്തില്ല. സീനിയറായ ഉദ്യോഗസ്ഥൻ താഴോട്ട് വിളിച്ച് ഫോൺ ഇത് ചെയ്യത്തില്ല. അപ്പോൾ CA വിളിച്ച് പറയും ഇന്നാരെ വിളിക്കാനായിട്ട് പറയും, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇതിനകത്ത് നടക്കുന്ന ചട്ടക്കൂട്ട് അട്ടിമറി പരിപാടിയാണ്. വലിയ ഡിസിപ്ലിനാണ് ഈ താഴെ നിന്ന് മേളിലോട്ട് ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഡിസിപ്ലിനെല്ലാം അട്ടിമറിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത് ചെയ്യാവുന്ന ഒന്ന്, അദ്ദേഹത്തിന് തന്നെ ചാർജ് എടുത്ത് കേസ് അന്വേഷണം നടത്തി അദ്ദേഹത്തിന് സൗകര്യം പോലെ അട്ടിമറിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം ആ ഉദ്യോഗസ്ഥന് തന്നെ വരും. അതിന് MR അജിത്കുമാർ തയ്യാറല്ല. രണ്ടാമത്തെ ഓപ്ഷൻ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക അന്വേഷണ ഉദ്യോഗസ്ഥന്, ഇന്ന രീതിയിൽ കേസ് അന്വേഷിച്ചാൽ മതി. നിയമവിരുദ്ധമാണ്, ഒരു പരിധിവരെ അന്വേഷണ ഉദ്യോഗസ്ഥന് അത് പാലിക്കണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. അതായത് ശരിയായ അന്വേഷണം നടത്താം, കാര്യം പറഞ്ഞാൽ മതി. എന്തായാലും റിട്ടേൺ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇവിടുത്തെ IPS ഒന്നും കൊടുക്കാറില്ല. ഇതെല്ലാം ചെയ്യുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കേസുകളിൽ ഈ രണ്ട് നടപടികളും MR അജിത്കുമാർ പാലിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷൻ്റെ ചാർജ് എടുത്ത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നടപടി സ്വീകരിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനിലെ CD ഫയൽ വരുത്തിയോ അവിടെ പോയോ പരിശോധിച്ച് റിട്ടേണായിട്ട് ഇൻസ്ട്രക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ പുള്ളി ചെയ്ത പണി അട്ടിമറിയാണ്. അത് അട്ടിമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിയമപരമായ യാതൊരു പരിരക്ഷയില്ല, ഒരു സാങ്ഷൻ്റെയും ആവശ്യമില്ല. കാരണം ഡിസ്ചാർജ് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി അല്ല ഈ അട്ടിമറി എന്ന് പറയുന്നത്. അത് സുപ്രീം കോടതി തന്നെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസിൽ ഫോർജറിയും മിസ്അപ്രോപ്രിയേഷൻ റെക്കോർഡ്സും ഒക്കെ പാർട്ട് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി അല്ല എന്നും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ്റെ ആവശ്യമില്ല എന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം MR അജിത്കുമാർ ഈ കേസിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഒരു രീതിയിലും ഏതെങ്കിലും നിയമപ്രകാരം സാധൂകരിക്കാവുന്നതോ നീതീകരിക്കാവുന്നതോ അല്ല. ആ കേസുകളിൽ ഏതെങ്കിലും സാങ്ഷൻ്റേതായ ആവശ്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് യാതൊരു സാങ്ഷ്യവും വേണ്ട. പിന്നീടും ഈ പറയുന്ന പ്രവൃത്തി നിയമപരമല്ലാത്തതിനും പാർട്ട് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ പരിധിയിൽ പെടാത്തതുമായതിനാൽ, കാരണം അട്ടിമറി പാർട്ട് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി അല്ല, ഏതെങ്കിലും സാങ്ഷൻ വേണമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ശരി, നമ്മളിവിടുത്തെ IPS ചെയ്യുന്ന ഏക പണി സൂപ്പർവൈസനാണ് പറഞ്ഞിട്ടുള്ളത്, ഇൻ്റർഫിയറൻസ് ആണ്, അട്ടിമറിയാണ്. അട്ടിമറിക്കുന്ന ഇവർക്ക് എങ്ങനെ അട്ടിമറിക്കണമെന്നും അറിയില്ല. നമ്മൾ ഈ ചുടുചോറ് കുട്ടിക്കുരങ്ങനെ കൊണ്ട് വാരിക്കുന്നത് പോലെ വാരിക്കുന്ന പരിപാടിയാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളതും ഈ കേസിലും നടന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് മറ്റ് കേസുകളിലും നടത്തിയിട്ടുള്ളതും നടന്നു വരുന്നതും അങ്ങനെ തന്നെയാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു മഹതി ശ്രീമതി സ്വപ്ന സുരേഷ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അവർ ഒരു പത്രക്കാരന് വഴി മീഡിയേഷനൊക്കെ നടത്തി അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവരെ ആയിട്ടൊരു കൺസീലിയേഷൻ ടാക്ക് ഇദ്ദേഹത്തിൻ്റെ മീഡിയേഷൻ നടത്തുന്നതായിട്ട് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിക്കേണ്ട വിവരങ്ങളാണ്. മാത്രമല്ല, അവർക്ക് മറ്റ് ജോലികളൊന്നുമില്ലാതെ കഴിയേണ്ടി വന്ന സാഹചര്യത്തിൽ അവർക്ക് പാലക്കാട്ട് ആണെന്ന് തോന്നുന്നു ഒരു സ്ഥാപനം അവർക്കൊരു ജോലി കൊടുത്തു. ദിവസങ്ങൾക്കകം പാലക്കാട്ടെ സ്ഥാപനത്തിൽ വിജിലൻസ് പരിശോധന നടത്തി എന്നുള്ളതാണ്. ഇതെല്ലാം പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. എങ്ങനെയാണ് അവർ പിന്നെ ഈ നാട് തന്നെ വിട്ടുപോയിട്ട്